അശാസ്ത്രീയപരമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഈ വിവരം വീണ്ടും കുന്നിടിഞ്ഞു. ഈ കുന്നിടിഞ്ഞതിന് ശേഷം റിപ്പോർട്ടർ ചാനലിനെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്ത് രണ്ടാമത് ഇപ്പോൾ ഒരു നിർമ്മാണം നടക്കുന്നത്. ഈ നിർമ്മാണം ഉൾപ്പെടെ നമ്മൾ പറയുമ്പോൾ അശാസ്ത്രീയപരമായിട്ടാണ് നടക്കുന്നത്. കാരണം ഇന്നലെ തുടർച്ചയായുള്ള 2-3 ദിവസത്തെ മഴയിൽ തന്നെ ഇത്രയും ഭാഗം പാടെ പടലകണക്ക് റോഡിലേക്ക് പതിച്ചു. ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു പരിഹാര മാർഗമെന്ന് പറയുന്നത് ഈ കുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് തിട്ടകളായിട്ട് ഇടിച്ചു നിർത്തുക. അതല്ലാതെ കരിങ്കല്ല് വെച്ചോ കോൺക്രീറ്റ് വെച്ചോ നിർമ്മിച്ച് മുകളിലോട്ട് ഭിത്തികൾ കെട്ടി നിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സ്വഭാവം ഇവിടെ കാണുന്നില്ല. പിന്നെ വെള്ളാംശം ശരിക്കും പിടിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണിത്. ഇതിൻ്റെ മുകൾ തട്ടിൽ ഏകദേശം 4.5 ഏക്കർ പുരയിടമാണ് ഈ കുന്നായിട്ട് കാണുന്നത്. CSI മിഷണറി സെക്ഷനിൽ വരുന്ന ഒരു പ്രൈവറ്റ് പുരയിടമാണ്. ഇത് സ്വകാര്യ ഭൂമിയല്ല, ഈ ഒരു പള്ളിയുടെ ഒരു ഭൂമിയാണ്. അത് ഏറ്റെടുക്കണം, ഗവൺമെൻറ് ഏറ്റെടുക്കണം. അല്ലാതെ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനമായി നടത്താൻ പറ്റുമോ? അതും കൂടെ ഈ മറ്റു വസ്തുവും കൂടെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഇത് ക്ലിയറാക്കി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം പയ്യെ പോക്കുന്നവർ ഒരുപാട് നാളുകളായി ഈ പണി ഇഴഞ്ഞിഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഭാഗത്ത് വളരെ സ്ലോ ആയിട്ടാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനം, ഇവിടെ കുടിവെള്ളക്ഷാമം, ഇവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇടിഞ്ഞു വീഴുന്നത് വലിയ ജനങ്ങളെ ബാധിക്കുന്ന, നാട്ടുകാരെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളാണ്. ഇന്നലെ രാവിലെ ഇതേപോലെ ഇടിഞ്ഞു വീഴുന്നതാണ്.